സ്കൂളിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. സ്കൂളിലെ ക്ലർക്കിനെതിരെ കുടുംബം. തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥിയുടെ മരണത്തിൽ സ്കൂളിലെ ക്ലർക്കിനെതിരെ ആരോപണവുമായി കുടുംബം. ക്ലർക്ക് മാനസികമായി പീഡിപ്പിച്ചെന്നും പ്രോജക്റ്റ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമുണ്ടായെന്നും അമ്മാവൻ സതീശൻ പറഞ്ഞു. RDOയ്ക്ക് മുന്നിലാണ് കുടുംബം ആരോപണം ഉന്നയിച്ചത്. സ്കൂളിലെ ഒരു ക്ലർക്കിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് എന്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്. പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു. അത് സബ്മിറ്റ് ചെയ്യാൻ സ്കൂളിന്റെ സീൽ വേണമെന്ന് പറഞ്ഞു. കുട്ടികൾ ഓഫീസിലേക്ക് ചെന്ന് സീൽ ചെയ്ത് നൽകാൻ ക്ലർക്കിനോട് പറഞ്ഞു. എന്നാൽ കുട്ടികളെ അവഗണിക്കുന്ന രീതിയിൽ പെരുമാറുകയായിരുന്നു. കൂടാതെ കുട്ടിയെ ചീത്ത വിളിക്കുകയും ചെയ്തു. ഈ ക്ലർക്ക് മാത്രമല്ല, സ്കൂളിലെ പല അധ്യാപകരും കുട്ടിയെ ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സീൽ നൽകാത്തതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടായതിന് പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഇടപെടുകയും അടുത്ത ദിവസം രക്ഷകർത്താക്കളെ സ്കൂളിൽ വിളിച്ചുകൊണ്ടുവരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് രക്ഷകർത്താവിനെ അറിയിക്കുകയും ചെയ്തു. ഇത് വീട്ടുകാർ ചോദ്യം ചെയ്യുകയും ചെറിയ രീതിയിൽ കുട്ടിയെ വഴക്ക് പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ മനോവിഷമവും ബെൻസൺ ഉണ്ടായിരുന്നു എന്നാണ് ബന്ധു പറയുന്നത്. ആരോപണങ്ങൾ പോലീസ് പരിശോധിക്കുമെന്ന് സ്കൂളിലെത്തിയ ജി. സ്റ്റീഫൻ MLA പറഞ്ഞു. ക്ലർക്കും വിദ്യാർത്ഥിയും തമ്മിൽ തർക്കമുണ്ടായെന്നും അത് വിദ്യാർത്ഥി തന്നെ തന്നോട് പറഞ്ഞതായും പ്രിൻസിപ്പളും വ്യക്തമാക്കി. കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ബെൻസൺ എബ്രഹാമിനെയാണ് സ്കൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചില്ല. ഇന്ന് രാവിലെ 6 മണിയോടെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു.